ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു നിക്കാ ബുക്ക്ലെറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. A4 സൈസിലുള്ളൊരു നിക്കാ ബുക്ക്ലെറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ പ്രിൻറ്റ് ചെയ്യാനായിട്ടുള്ള 2 ഷീറ്റ് ഞാൻ ലേസർ പ്രിൻറ്റിൽ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രിൻറ്റിനേക്കാളും ഒരു 1 സെൻറ്റിമീറ്റർ കൂടുതലായിട്ട് ഫോം ബോർഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ആ 2 ഫോം ബോർഡും മാസ്കിൻ ടേപ്പ് ആയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അങ്ങനെ മാസ്കിൻ ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നുണ്ട്. ഇനി ഈ ഫോം ബോർഡ് ഞാനൊരു വലിയ ഷീറ്റിൽ നിന്നാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് വലിയൊരു ഷീറ്റായിട്ടാണ് ഫോം ബോർഡ് നമുക്ക് വാങ്ങാനായിട്ടുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് ഏത് സൈസ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അങ്ങനെ അത് മാസ്കിൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഫോം ബോർഡ് വെൽവെറ്റ് ഇട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അത് വെൽവെറ്റ് ക്ലോത്ത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ ഒരു ക്ലോത്ത് യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് വെൽവെറ്റ് ആയിട്ട് ചെയ്യാനാണ് ഒന്നുകൂടെ ഒരു ഭംഗിയായിട്ട് തോന്നിയുള്ളത്. ഇത് ഞാൻ വെൽവെറ്റ് 1/2 മീറ്ററാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 1/2 മീറ്റർ ഫുള്ള് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരില്ല, അതിൽ ചെറിയൊരു പാർട്ട് ബാക്കി വരും. ഇനി അത് വെൽവെറ്റ് ആയിട്ട് ആ ഫോം ബോർഡ് കവർ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ നോർമൽ ബുക്ക് കവർ ചെയ്യില്ല അതേപോലെ കവർ ചെയ്താൽ മതി. ഈ ഒരു ഗ്ലൂ ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്, B7000 എന്ന് പറഞ്ഞിട്ടുള്ള. പക്ഷെ ഇതിന് ശരിക്കും യൂസ് ചെയ്യാം B8000 ആണെന്ന് തോന്നുന്നു. എനിക്ക് ആ ഗ്ലൂ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. ഈ ഗ്ലൂ ഒട്ടാൻ കുറച്ച് ടൈം എടുക്കുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കി, അത് ഇതിലും ടൈം എടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, അവർക്ക് പിറ്റേ ദിവസം തന്നെ കൊടുക്കാനുള്ളതായിരുന്നു. എനിക്കാണെങ്കിൽ ഇത് കൊടുക്കാനുള്ളതാണ് അതിൻ്റെ പ്രിൻ്റ് കൊടുക്കാൻ പറ്റി. അതിന് മുന്നേ ദിവസം ഷോപ്പ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ പ്രിൻ്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പ്രിൻ്റ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ആ ഫോം ബോർഡൊക്കെ കട്ട് ചെയ്തിട്ട് വെൽവെറ്റ് ആയിട്ട് കവർ ചെയ്ത് വെക്കായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ആ പ്രിൻറ്റിൻ്റെ സൈസിനനുസരിച്ചാണല്ലോ ഫോം ബോർഡ് കട്ട് ചെയ്യേണ്ടത്. പ്രിൻ്റ് കിട്ടാണ്ടെങ്കിൽ ഇപ്പോൾ ഫോം ബോർഡ് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചെറുതാവേ വലുതാവേ എങ്ങാനും ചെയ്താലും വെച്ചിട്ട് വലുതായി പിന്നെ കുഴപ്പമില്ല, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് കൂടുതലുള്ള ഭാഗം കട്ട് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. പക്ഷേ ചെറുതായാൽ വേറൊരു വഴി ഉണ്ടാവില്ലല്ലോ, ആ വെൽവെറ്റും എല്ലാം പിന്നെ നാശാവൂലേ. പിന്നെ അതിന് പ്രിൻ്റ് കിട്ടിയ ശേഷമാണ് അതൊക്കെ കട്ട് ചെയ്യാനും എല്ലാം വന്നത്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഫോം ബോർഡിൻ്റെ കറക്റ്റ് കട്ടി എത്രയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല കട്ടി കൂടുതലുള്ളതെല്ലാം എന്നാൽ നല്ല നൈസായിട്ടുള്ള ഒരു മീഡിയം, ഇതിൽ കുറച്ചൊരു കനത്തിൽ നിൽക്കുന്ന ആ ഒരു രീതിക്കുള്ള ഫോം ബോർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നീല നിക്കാ സർട്ടിഫിക്കറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റ് ഞാൻ പിൻട്രസ്റ്റിൽ നിന്നെടുത്താണ്. പിൻട്രസ്റ്റിൽ നിക്കാ സർട്ടിഫിക്കറ്റ് ടെംപ്ലേറ്റിനോ അല്ലെങ്കിൽ നിക്കാനാമ ടെംപ്ലേറ്റിനോ അങ്ങനെ എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ മതി, കുറേ ടെംപ്ലേറ്റുകൾ നമുക്ക് കിട്ടും. അങ്ങനെ അത് ഗ്ലൂ യൂസ് ചെയ്തിട്ട് നമ്മൾ ബുക്ക് കവർ ചെയ്യുന്ന പോലെ അങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്ലൂ യൂസ് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ച് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ വെൽവെറ്റും ആയാൽ പിന്നെ അത് പോകാൻ നല്ല പണിയാണ്. ഇനി അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ആ ടാപ്പ് ഒട്ടിച്ചില്ലേ അവിടെ ആയിട്ട് ഗോൾഡൻ കാർഡ് സ്റ്റോക്ക് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ സെയിം വെൽവെറ്റ് തന്നെ അവിടെ ഒട്ടിച്ച് കൊടുത്താലും മതി കേട്ടോ. ഞാനത് റെഡ് തീമായതുകൊണ്ടാണ് ഗോൾഡൻ കാർഡ് സ്റ്റോക്ക് ഒട്ടിച്ച് കൊടുത്തത്. പിന്നെ അതിൽ വെക്കുന്ന അക്രിലിക് കട്ടിങ്സൊക്കെ ഗോൾഡാണല്ലോ വരുന്നത്. ഇത് ഞാൻ ആ സെയിം ഗ്ലൂ വെച്ചിട്ട് തന്നെ അതിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒട്ടിക്കണ കാർഡ് സ്റ്റോക്കിന് അങ്ങനെ പ്രത്യേകിച്ച് സൈസൊന്നുമില്ല. നമ്മൾ ആ നിക്കാ സർട്ടിഫിക്കറ്റ് അതിൻ്റെ മേലെ ഒട്ടിച്ചാൽ അടിയത്തെ ഫോം ബോർഡ് കാണരുത്, ആ ഒരു സൈസിൽ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. നമ്മൾ നിക്കാ സർട്ടിഫിക്കറ്റ് ആ ഫോം ബോർഡിനേക്കാളും ഒരു 1 സെൻറ്റിമീറ്റർ ചെറുതാണല്ലോ, അപ്പോൾ എന്തായാലും ചെറിയൊരു പോർഷൻ 0.5 ഒക്കെ അതിന് കാണുന്നുണ്ടാവും ഫോം ബോർഡ്. അപ്പോൾ ആ ഒരു ഏരിയ കവർ ചെയ്യാനാണ് ഈ കാർഡ് സ്റ്റോക്ക് ഒട്ടിച്ച് കൊടുക്കുന്നത്. കാർഡ് സ്റ്റോക്ക് ഒട്ടിച്ചതിൻ്റെ ശേഷം ഒരു ക്ലോത്തായിട്ട് ഒന്ന് തുടച്ച് കൊടുക്കണം, എന്ന് വെച്ചാൽ ഗ്ലൂ ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാം, അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒന്ന് നന്നായി ഉണങ്ങിയതിന് ശേഷം ഈ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രിൻ്റ് എടുത്ത് ടൈം ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എനിക്കത് വല്ലാണ്ട് ഉണങ്ങാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ കുറച്ച് ഉണങ്ങിയപ്പോഴത്തേനും അത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ സെയിം ഗ്ലൂ വെച്ചിട്ട് തന്നെയാണ് ടൈം ഒട്ടിച്ച് കൊടുക്കുന്നത്. എനിക്കത് കുറേ ടൈം ഉണങ്ങാൻ വെക്കാൻ പറ്റാത്ത കാരണം ആ കാർഡ് സ്റ്റോക്ക് നല്ലപോലെ അതിൽ ഒട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അതിങ്ങനെ ചെറുതായിട്ട് മൂവാണ് പോലെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് ഒട്ടിച്ചതിൻ്റെ ഉള്ളിൽ ഒരു എയർ കിടന്ന പോലെ ഇങ്ങനെ നൈസായിട്ട് ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒട്ടിച്ചതിൻ്റെ ശേഷം നമ്മുടെ ഫൈനൽ വർക്കാണ്. ഇതിൽ അക്രിലിക് കട്ടിങ്സൊക്കെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അക്രിലിക് കട്ടിങ്സ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം ഒട്ടിക്കാൻ കേട്ടോ. എന്ന് വെച്ചപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് മൂവ് ചെയ്താൽ ആ ഒരു ഗ്ലൂവിൻ്റെ ഇതൊക്കെ അവിടെ ആയിട്ടൊരു വൃത്തിയില്ലാണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് റഫായിട്ടൊന്ന് വെച്ച് നോക്കാം എവിടെയാണ് വരേണ്ടത് എന്നുള്ള ആ ഒരു പൊസിഷനൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ വെച്ച് കൊടുത്തത് അവിടെ നിന്ന് എടുക്കേണ്ടത് അവിടെ തന്നെ ഇരുന്നിട്ട് നമ്മൾ ഒട്ടിക്കാനുള്ളത് എടുത്തിട്ട് അത് ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ മറ്റേത് മാറ്റി വെച്ചാൽ നമുക്ക് കറക്റ്റ് ഒരു ഇത് കിട്ടണമെന്നില്ല. എന്താകുമ്പോൾ നമുക്ക് ആ ഒരു പൊസിഷൻ നോക്കിയിട്ടാണ് ബാക്കി ഒട്ടിച്ച് കൊടുക്കാമല്ലോ. ഇതിൽ ഞാൻ അവരുടെ 2 നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ, ഡേറ്റ്, പിന്നെ കോർണറിലുള്ള ആ ഒരു പീസുകൾ അതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ മേലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിങ് ഉണ്ട്, അത് വരച്ചാലാണ് കറക്റ്റ് അതിൻ്റെ ഒരു ഇത് കിട്ടുക. അപ്പോൾ ചെറിയ പീസൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒട്ടിക്കണ മുന്നേ തന്നെ സൈഡിലൊന്നിങ്ങനെ പറിച്ച് വെക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിച്ചാൽ പിന്നെ അത് പറിക്കുമ്പോൾ അവിടുന്ന് മൂവ് ആവാനോ അങ്ങനെ എന്തെങ്കിലും ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് പറിച്ച് വെച്ചതിന് ശേഷം അങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി. എന്നാൽ ഫുള്ള് പറിക്കാണ്ടിരിക്കുക. ഫുള്ള് പറിച്ചാൽ ചിലപ്പോൾ നമ്മൾ പിന്നീട് ടൈം തൊടുമ്പോൾ ആ പശയുടെ ഇതൊക്കെ ആയാലും പിന്നെ അതൊരു വൃത്തികേടായിട്ട് നിൽക്കും. ഇതിലല്ലാതെ ഞാൻ ഈ സെയിം ഗ്ലൂ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചുള്ളത്. പിന്നെ നിങ്ങൾ ഗ്ലൂ വാങ്ങുമ്പോൾ 7000 അല്ലാണ്ട് 8000 വാങ്ങാൻ നോക്കാം കേട്ടോ. 7000 എനിക്ക് സ്റ്റിക്കാവാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നി. അങ്ങനെ അതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ മേലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറില്ല, അതെല്ലാത്തിനും റിമൂവ് ചെയ്യുന്നുണ്ട്. എനിക്ക് അതിൻ്റെ മേലത്തെ ആ സാധനം പറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തോ ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനാണ് അങ്ങനെ പറിച്ചെടുക്കുമ്പോൾ.
എല്ലാത്തിമൊന്നും ഞാനത് മെല്ലെ ഇട്ട് പറിച്ചെടുക്കണത്. എന്ന് വെച്ചാൽ നല്ലപോലെ ഒട്ടണേ ഉള്ളൂ. അപ്പം ഇനി അത് അവിടുന്ന് ഇളകണ്ടെന്ന് വെച്ചിട്ട് എല്ലാം മെല്ലെ മെല്ലെയാണ് പറിച്ചെടുക്കണം കേട്ടോ. ഇനി അതിൻ്റെ ഉള്ളിലും ഒരു സൈഡിലും അവർ നെയിം ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊട്ടി മറ്റേ സൈഡിൽ നെയിമും ഡേറ്റും അങ്ങനൊക്കെ ആയിട്ട് സൈൻ ചെയ്യാനുള്ളൊരു പോർഷനായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിലത്തെ നെയിം സ്കിപ്പ് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിലും അവരെ തമ്പ് ചെയ്യാനുള്ളൊരു പോർഷനില്ലേ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. എനിക്ക് ഇതാണ് കേട്ടോ ഒന്നും കൂടെ ഇഷ്ടമായിട്ട് തോന്നിയത്. രണ്ട് സൈഡിലും ആ ഒരു സെയിം പാറ്റേൺ അവണേക്കാളും ഒരു അപ്പുറത്തെ സൈഡ് ഈ ഒരു അക്രിലിക് കട്ടിങ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നതാണ് എനിക്കൊന്നും കൂടെ ഭംഗിയായിട്ട് തോന്നി കേട്ടോ. ഇത് മറ്റേപോലെ ഒട്ടിക്കാളും മുന്നേ ആ പ്ലാസ്റ്റിക്കിൻ്റെ പോർഷൻ ചെറുതായിട്ടൊന്ന് പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒട്ടിച്ചിട്ട് അവർക്ക് പറിച്ചെടുക്കുക. കുറച്ചൊന്ന് ഉണങ്ങിയതിൻ്റെ ശേഷം കേട്ടോ പറിച്ചെടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് അവിടെ നിന്ന് ഇണങ്ങി. ഇപ്പം നിക്കാ ബുക്ക്ലെറ്റിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നെക്സ്റ്റ് വീഡിയോ കാണാറ്. ബൈ.